മാരൻ കുടുംബത്തിലെ തർക്കം ഇതാ ഒത്തുതീർപ്പായിരിക്കുന്നു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചത്. ഒത്തുതീർപ്പിന്റെ ഭാഗമായി കലാനിധി മാരൻ 600 കോടി രൂപ ദയാനിധിക്ക് നൽകി. കലാനിധി വഞ്ചിച്ചു എന്നാരോപിച്ച് ദയാനിധി മാരൻ നോട്ടീസ് നൽകിയതോടെയായിരുന്നു മാരൻ കുടുംബത്തിലെ തർക്കം പുറത്തു വന്നത്. വിവരങ്ങൾ കെ ബി ശ്രീധരൻ നൽകും. ശ്രീധരൻ, തർക്കം പരിഹരിക്കേണ്ടത് തീർച്ചയായും സ്റ്റാലിൻ്റെയും ഒക്കെ DMK-യുടെ തന്നെ ഒരു ആവശ്യമാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ബാക്കപ്പാണ്. എങ്ങനെയാണ് സ്റ്റാലിൻ ഇടപെട്ടോടുകൂടി വേഗത്തിൽ സംഭവം സോൾവ് ആവുകയായിരുന്നു? ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട് തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് 2026 തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ പോവുകയാണ്. അതിനു മുമ്പ് തർക്കം തീർക്കണമെന്ന് M.K. സ്റ്റാലിൻ അന്ത്യശാസനം നൽകുകയും ചെയ്തു. സ്റ്റാലിൻ ആദ്യവട്ട ചർച്ചകൾ നടത്തി. തുടർന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകരായ N. റാം, അതുപോലെ തന്നെ ദ്രാവിഡ നേതാവ് വീരമണി എന്നിവരെ ഇതിനായിട്ട് നിയോഗിച്ചു. ഇങ്ങനെ 3 റൗണ്ട് ചർച്ചകൾ നടന്നതിൽ നിന്നാണ് ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. 800 കോടി രൂപ കലാനിധി മാരൻ ദയാനിധി മാരന് നൽകി. അതോടൊപ്പം തന്നെ ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോട്ട് ക്ലബ് പ്രദേശത്ത് 1 ഏക്കർ ഭൂമി, ഏകദേശം 100 കോടി രൂപ മൂല്യം വരും. ഈ ഭൂമിയും കലാനിധി മാരൻ ദയാനിധി മാരന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ ഈ SFIO അന്വേഷണവും ED അന്വേഷണവും ഒക്കെ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലീഗൽ നോട്ടീസ് ദയാനിധി മാരൻ കലാനിധി മാരന് അയച്ചതോടുകൂടിയാണ് ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഈ ഒരു തർക്കം പുറത്തേക്ക് വരുന്നത്. ഈ പല ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മാരൻ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ച് കുടുംബപരമായും രാഷ്ട്രീയമായി 2 തരത്തിലും ഏറ്റവും അടുത്ത കുടുംബമാണ്. അവിടുത്തെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് സ്റ്റാലിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അതെ, മാരന്മാരുടെ തർക്കം തീർന്നിരിക്കുന്നു എന്നത് ശുഭകരമായ വാർത്തയാണ് DMK-യെ സംബന്ധിച്ചും തമിഴ്നാട്ടിനെ സംബന്ധിച്ചും.